നമസ്കാരം. രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഉത്തരാഖണ്ഡിലെ ഉധം സിംഗ് നഗറിലെ നാഗ്മേട്ട സാഹിബ് ഗുരുദ്വാരയിലെ ദേരാക്കർ സേവ തലവനായ ബാബ തർസീം സിംഗിന്റെ കൊലപാതകം. ഇപ്പോഴിതാ ബാബ തർസീം സിംഗിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയും പ്രധാനപ്പെട്ട ഷൂട്ടറുമായ അമർജിത് സിംഗ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അമർജിത് സിംഗിനെ ബിട്ടു എന്ന പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. ഹരിദ്വാറിലെ ഭഗവാൻപൂർ മേഖലയിൽ പുലർച്ചെ ഉത്തരാഖണ്ഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീമുമായുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് ഈ ബിട്ടു കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 28-ാം തീയതിയായിരുന്നു ബാബ തർസീം സിംഗിനെ ബൈക്കിലെത്തിയ രണ്ട് ആക്രമണകാരികൾ ഈ അമർജിത് സിംഗും അതിനോടൊപ്പം തന്നെ സരബ്ജിത് സിംഗും ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മാത്രമല്ല, ഈ അമർജിത് സിംഗ് എന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ബിട്ടു, ഇയാൾക്കെതിരെ 16-ലധികം കേസുകൾ നിലവിലുണ്ട് എന്ന് ഉത്തരാഖണ്ഡിന്റെ DGP അഭിനവ് കുമാർ ANAയോട് വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു പ്രതിയായ സരബ്ജിത് സിംഗിന്റെ പശ്ചാത്തലവും അത്ര മോശമൊന്നുമല്ല. കാരണം ഈ സരബ്ജിത് സിംഗ് ഗുരുഗ്രന്ഥ സാഹിബിൽ സ്പർശിച്ച ആളുടെ കൈവെട്ടിയ സംഭവത്തിൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ അനുഭവിച്ചിട്ടുണ്ട്. ഈ ബാബ തർസീം സിംഗിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ 5 പേരാണ് ഉത്തരാഖണ്ഡ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് എന്നുകൂടി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, സാധാരണയായി അക്രമികൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ എൻകൗണ്ടറുകളിൽ കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ ഏറ്റവും അധികം കണ്ടിരിക്കുന്നത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു. ഇപ്പോഴിതാ അതിന് തൊട്ട് പിന്നാലെ ഉത്തർപ്രദേശിന്റെ അതേ പാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുഷ്കർ സിംഗ് ധാമിയുടെ ഉത്തരാഖണ്ഡ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.